എന്തിന്റെ കേടാണ്? ഹലോ, സാധനം കിട്ടിയാ? ഇല്ലടാ. ഇല്ല, നമ്മള് കഴുത്തിലിട്ടോട്ട് നടക്കാണ്. ഇവളിതെന്താണ് ഇതും കഴുത്തിലിട്ടുണ്ട് നടക്കുന്നത്? നീ ഒന്ന് എങ്ങനെയെങ്കിലും അത് ഊരി മേടിച്ചിട്ടൊന്ന് കൊണ്ടുവന്ന് തന്നെ. എടാ, എങ്ങനെ ഊരി വാങ്ങിക്കാതെ കഴുത്തുനിന്ന് പറിച്ചിട്ട് ഓടാൻ പറ്റുമോ? കനക എനിക്കിതില്ലാതെ ഇത് വീട്ടിൽ കയറാൻ പറ്റൂലെന്ന്. ഞാൻ 3-4 മണിക്കൂറായി ഇതും പറഞ്ഞ് നടക്കണ പുറത്ത്. അതെ, ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരമായി അവളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ബെഡ്റൂമിലാണ്. ബെഡ്റൂമിൽ എന്ത് റൂമില്? എടാ, നെക്ലസ് കട്ടുകൊണ്ടുപോയ എന്റെ കയ്യും കാലം തളർന്നു പോകാൻ പറഞ്ഞിട്ട് ഭീമാപ്പള്ളിയിൽ നേർച്ചിടാൻ പോയൊക്കെയാണ് രണ്ടും കൂടി. എന്റെ കയ്യും കാലം തളർന്നു പോകും. അതിന് മുമ്പ് അത് കൊണ്ടുപോയി വെക്കട്ടെ. അതെ, നിനക്കിപ്പോൾ രാവിലെ സാധനം വേണ്ടു. രാവിലേക്ക് ഞാൻ സാധനം തരും. രാവിലെ അല്ലെന്ന്, എനിക്ക് രാത്രി തന്നെ അവള് കാണാതെ കൊണ്ടുപോയി വെക്കണോന്ന്. നീ ഇപ്പോൾ എവിടെ? വീട്ടിൽ നിന്ന് പോന്നോ? ഞാൻ നിന്റെ വീടിന്റെ വാതിക്ക് നിൽക്കാണ്. പോന്നാ ഞാൻ അങ്ങോട്ട് വരണ? വേണ്ട വേണ്ട, നീ അവിടെ വെയിറ്റ് ചെയ്യ്. എന്നാ വേഗം എടുത്തോണ്ട് വാ. ആ, ശരി ശരി. എന്തൊരു അതെ, അവള് വരുന്നുണ്ട്. വെച്ചോ 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 വെച്ചോ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ജമന്തി, ആ സാധനം എന്താ ഊരി വെക്കാത്തത്? ഇത് ഊരി വെച്ചേ. അതാ ഊരിട്ടാ പെട്ടിയിൽ തൂക്കി. എന്താ ഇത്? ഞാൻ എന്തോരം ആഗ്രഹിച്ച് മേടിച്ചതാ. അതെ, അത് ഇവിടെ കുത്തി തറയ്ക്കുന്നത്. ഇല്ല, കുത്തി തറച്ച കുഴപ്പമില്ല. എന്റെ ഏട്ടൻ വാങ്ങി തന്നാലേ എനിക്കിഷ്ടം. അതെ, ഇത് അധികം നേരം ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണ്ടെന്ന് അടുത്തുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒന്ന് കടം ചോദിക്കാൻ നിൽക്കും. അവരൊക്കെ കാണണം, പ്രത്യേകിച്ച് തങ്ക. എന്നിട്ട് എന്നോട് ചോദിക്കണം. അയ്യേ, അതൊക്കെ മോശല്ലേ? ഒരു മോശമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇപ്പൊ മോഹം മാറിയില്ലേ? ഇനി അത് എടുത്തു വെക്കാം. എന്റെ മോഹം മാറിയിട്ടില്ല. ഒരു 2-3 ദിവസമെങ്കിലും ഞാൻ ഇത് ഇട്ടുകൊണ്ട് നടക്കും. എന്റെ ഏട്ടൻ മേടിച്ചു തന്നല്ലേ. എത്ര നാളായി ഞാൻ പറഞ്ഞിട്ട് മേടിച്ചു തന്നാ എനിക്ക്. പിന്നെ നോക്ക് നോക്ക്. എന്താണ്? ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരും. നീ ഇപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞ് ഞാൻ സാധിച്ചു തന്നില്ലേ? ഇതല്ല. എന്താണ്? പറയട്ടെ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഏട്ടൻ തന്ന ഗിഫ്റ്റ് അല്ലേ ഇത്? നീ എന്താ പറയുന്നത് വെച്ചത് പറ. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? വെറും കഥയില്ല. ഏട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നത്, പിന്നെ ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, പിന്നെ കല്യാണത്തിന് മുമ്പ് കുറേ നാളുണ്ടായിരുന്നില്ലേ, അപ്പം ഏട്ടൻ അപ്പുറത്തെ ലാൻഡ് ഫോണിലേക്ക് ഫോൺ വിളിക്കുന്നത്. ഓ, അത് നോക്കി ഞാൻ എന്തോരം നിന്നിട്ടുണ്ട്. ഏട്ടൻ വിളിക്കില്ല പറഞ്ഞ സമയത്ത് ഒന്നും. അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെ ഇനി എന്തിനാ പറയണത്? മനസ്സിലുള്ള പോലെയാണോ? ഇതൊക്കെ എന്നും ഇങ്ങനെ നമുക്ക് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ വിരല് മുഴുവൻ നീ കുത്തിപ്പൊട്ടിക്കും. കിടക്കാം നമുക്ക്. എന്താട്ടാ? കിടക്കാം, ഉറങ്ങാടി, വേഗം ഉറങ്ങും. ഉറങ്ങണ്ട ഏട്ടാ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഹലോ, എന്തായി? എന്തായിന്ന്? നീ എന്താ പൊന്നാരം കളിക്കാണ? എന്തെടുക്കണേടാ നീ അതിന്റെ അകത്ത്? എന്ത്? ശരി. ഏടാ, വധൂരിനെ വല്ല ക്ലോറോഫോം മണത്തിച്ചൊന്ന് കിടത്തിട്ട് ഒന്ന് അഴിച്ചെടുത്തിട്ട് താടെ ഞാൻ ഈ മഞ്ഞത്ത് നിൽക്കണെന്ന്. അവിടെ തന്നെ നിന്നോ? എവിടെ നിന്നോളാൻ? ഇവിടെ എന്താ പന്തല് കെട്ടിയിട്ടുണ്ടാ നീ? സാധനം എടുത്തിട്ടുണ്ടാടാ. ശരി ഞാൻ വിളിക്കാം. എന്തോട്ടി പറ. അത് ഊരി വെക്കുന്നില്ല, കിടക്കാം. ഊരി വെക്കില്ലേ? ഞാൻ ഏട്ടനോട് പറഞ്ഞ എന്തായിട്ടും കേൾക്കാത്ത. ഇന്നൊരു ദിവസം നമുക്ക് സന്തോഷമുള്ള ദിവസമല്ലേ ഏട്ടാ? നമുക്ക് എന്ന് സന്തോഷല്ലേ? അങ്ങനെയല്ല, ഇന്നെന്ന് പറഞ്ഞാ എന്റെ ഏട്ടനെ എനിക്ക് കിട്ടിയ ദിവസല്ലേ? അപ്പൊ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ? നീ എന്തായി കാണിക്കണ എന്റെ ചമന്തി? കല്യാണം കഴിഞ്ഞ എത്ര 10-13 വർഷമായില്ലേ? പിന്നെ ഇപ്പഴാണ്. അതല്ല ഞാൻ പറയണേ, ഇന്ന് മുഴുവൻ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്റെ ഒരു ആഗ്രഹമല്ലേ? ആനെ പിടിച്ചോണ്ട് വരാനൊന്നും ഞാൻ പറയണില്ലല്ലോ. രാത്രി മുഴുവൻ നമ്മൾ സംസാരിച്ചിരിക്കാൻ പറ്റില്ല. അതല്ലേ? എന്താ പറ്റില്ല? പുറത്ത് നിറയെ മഞ്ഞല്ലേ? പുറത്തല്ലേ മഞ്ഞ? നമ്മള് വീടിന്റെ അകത്തല്ലേ? മഞ്ഞ് കൂടി വരുമ്പോ ഒക്കെ ഇങ്ങ് വരും. എന്തെന്ന് വരും? പിന്നെ അസുഖം പിടിക്കും. ഒരസുഖമില്ല. എന്തിനാട്ടാ? ഹലോ, മണി 10-12 നീ എന്താണ്? നീ കാര്യം പറയടാ, അല്ലെ ഞാൻ അവിടെ വന്ന് വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കോട്ടാ. എവിടെ നിൽക്കണത്?
എവിടെ നിക്കണേന്ന ഞാൻ ഈ മാവും ചോട്ടിലുണ്ടെന്ന് ഈ തൊട്ടടുത്ത്. അവിടെ തന്നെ നിന്നോ. എന്തെടുക്കാണ് നീ? ആ ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ വിളിക്കണ്ട് കേട്ടാ. ആ ശരി. ആരായിട്ട് ഈ വിളിക്കണേ? ഒരു കള്ളുടിയനാണ്. കള്ളുടിയൻ എന്തിനാ ഇപ്പൊ വിളിക്കണേ? അല്ല വെറുതെ വിളിക്കായിരിക്കും. ആ ഫോൺ ഇങ്ങോട്ട് എടുത്ത് ഞാൻ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് KCB എപ്പോഴും വിളി വരില്ലേ. പിന്നെ KCB രാത്രി വിളിക്കല്ലേ? വിളിക്കും. നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ആരും വിളിക്കണ്ട. കിടക്കാന്ന് കിടക്കണ്ടോ എന്തിനാട്ടാ? അയ്യോ ഏട്ടാ, അതാരാ അവിടെ ഇന്ന് കൂണേ? ആരാണോ വല്ല കള്ളുടിയന്മാരോ. അതിന് ഏട്ടൻ തിരിച്ചു പോണേ എന്തിനാ? ഇനി അവര് വന്ന് ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കും. അല്ല പോകണോട് പൊക്കോട്ടെ. ഏട്ടൻ ഇനി അങ്ങോട്ട് നോക്കാൻ പോണ്ട. കിടക്കാം. എന്നെ നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കിയിരിക്കാം നമുക്ക് രാവിലെ വരെ. നന്നായിരിക്കും. എന്തേ രാവിലെ വരെ ഇങ്ങനെ നോക്കിയിരുന്നാ നന്നായിരിക്കും. നല്ലതാ. എനിക്ക് ഉറങ്ങിയേ പറ്റൂ, ഭയങ്കര ക്ഷീണം. വർഷത്തെ ഒരു ദിവസമല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ കിടക്കണല്ലോ, ഏട്ടൻ കിടന്നോ? എനിക്ക് വയ്യാതെ ഭയങ്കര ക്ഷീണം. ആ ഏട്ടൻ കിടക്കണത് ഞാൻ നോക്കിയിരുന്നോളാം. ഒരു കാര്യം ചെയ്യും, വാ കിടക്കും. ഇല്ല, എന്ത് നല്ല കുട്ടിയല്ലേ കിടക്കും. ഞാൻ നോക്കിയിരുന്നോളാം. എന്നാ നോക്കിയിരുന്നോ, നീ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഏട്ടാ അവിടെ കിടന്നു. ഞാൻ ഇന്ന് ഉറങ്ങില്ല. ഏട്ടാ എണീക്കുമ്പോഴും ഞാൻ രാവിലെ ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ണും വീഴ്ചിരിപ്പുണ്ടാവും. പേടിപ്പിക്കല്ലേ?